നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പച്ചക്കറികളൊന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഇതിലും എളുപ്പത്തിൽ ഇനി കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അത്ര ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ഞാനിവിടെ ഒരു ബൗള് തൈര് എടുത്തിട്ടുണ്ട്. ഇത് തീരെ പുളിയില്ലാത്ത തൈരാണ്. ഇതുപോലത്തെ പുളിയില്ലാത്ത തൈരാവണമെന്ന് യാതൊരു നിർബന്ധവും. നിങ്ങൾക്ക് പുളിയുള്ള തൈരോ പുളിയില്ലാത്ത തൈരോ ഏത് തൈര് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയാണ്. ഇതിൽ ഒരു തേങ്ങ ഫുള്ളുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങ ഉണ്ട്. ഇതിന്ന് വലിയ 2 പിടി, ഇതുപോലത്തെ വലിയ 2 പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. കഷ്ടി ഒരു അരമുറിയോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ഉള്ളിയാണ്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം മതി. പിന്നെ ഒരു വലിയൊരു വെളുത്തുള്ളി അല്ലി വലുതാവേണ്ടതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ നമ്മൾ എടുത്തു വെച്ച തൈരുണ്ടല്ലോ, ആ തൈരിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച തൈരുണ്ടല്ലോ, അത് നന്നായിട്ട് കട്ട ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പുണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും കൂടെ കൂട്ടിയിട്ട് അരയ്ക്കാം. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊക്കെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് തീരെ പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. എന്നാലും ആ തൈരിൻ്റെ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്തതാകുമ്പോൾ ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഈ മോര് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 4 പച്ചമുളക് ഞാനിതിലേക്കൊന്ന് കീറിയിടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുത്തോളൂ. പുളിയില്ലാത്ത തൈരാവുകൊണ്ട് ഞാനിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങളൊരു 1/4 to 1/2 ടീസ്പൂണോളം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. അത് കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇത് നേരെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുക. തൈരാവുകൊണ്ട് പെരഞ്ഞി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുക. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തിള വരുന്നത് വരെ ആയാൽ മതി. ഇപ്പോൾ കറിയുടെ അരികു കൂടെ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുകും ഒരു 8-10 മണി ഉലുവയും ഇട്ടുക. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഊരിയിട്ടിട്ട് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമക്കനായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കുറച്ച് നേരം. ഈ എളുപ്പത്തിലുള്ള മോരുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.